ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ശ്രുതിയെ ഒഴിവാക്കിയിട്ട് എങ്ങനെയെങ്കിലും പ്രിയയെ കൊണ്ട് ശ്രുതിയെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ള ഒറ്റ തീരുമാനവുമായിട്ടാണ് ചന്ദ്ര മുന്നോട്ട് പോകുന്നത്. ഇതിനെക്കുറിച്ച് ശ്രുതിയുടെ അടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. പണക്കാരിയാണെന്നുള്ള കാര്യം കേട്ട ഉടനെ തന്നെ ശ്രുതിയുടെ കണ്ണിലാണെന്നുണ്ടെങ്കിൽ 100 വോൾട്ടിന്റെ ബൾബ് തെളിഞ്ഞിരിക്കുന്നത് താൻ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ശ്രുതിക്ക് പാതി സമ്മതം എന്നുള്ള രീതിയിലൊക്കെ കണക്കാക്കുന്നുണ്ടെങ്കിലും അമ്മ എന്താ പറഞ്ഞത്, എന്റെ കണ്ണില് 100 വോൾട്ടിന്റെ ബൾബ് തെളിഞ്ഞെന്നോ, നടന്നത് തന്നെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ദേഷ്യം പിടിച്ച് അങ്ങ് പോവാണ് കേട്ടോ ചെയ്യുന്നത്. എന്തായാലും അവന് ഇപ്പൊ കുറച്ചൊക്കെ എതിർപ്പുണ്ടെന്നുണ്ടെങ്കിലും അവളുമായി സംസാരിച്ച് അവരങ്ങോട്ട് സെറ്റ് ആയിക്കോളുന്നാണ് ചന്ദ്രപതി തീരുമാനിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ശ്രുതിയെയും അതുപോലെ തന്നെ പ്രിയയും എങ്ങനെയെങ്കിലും പരസ്പരം കാണിക്കുക, അവരെ എങ്ങനെയെങ്കിലും കാണാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് അവർക്കിടയിൽ ഒരു ഇഷ്ടം വരും. എന്നിട്ട് അവരുടെ കല്യാണം. ഇതാണ് നമ്മുടെ ചന്ദ്രമതി മൈൻഡിൽ സെറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. യുവതിയാണെന്നുണ്ടെങ്കിൽ ദേവുവിനെ വേറെ കല്യാണം അന്വേഷിക്കുന്നുണ്ടല്ലോ നമ്മുടെ സച്ചി. അതുപോലെ തന്നെ അരുണിന് മറ്റൊരു വിവാഹം നടത്താൻ വേണ്ടി പോകുകയാണെന്നുള്ള കാര്യം അരുണിന്റെ അമ്മയും പറഞ്ഞിട്ട് പോയതുകൊണ്ട് തന്നെ വീണ്ടും നമ്മുടെ ലക്ഷ്മിയെ കാണാൻ വേണ്ടിയിട്ട് രേവതി പോകുന്നുണ്ട്. ദേവുവിന്റെ കാര്യത്തെക്കുറിച്ച് സച്ചിയുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി രേവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി അമ്മയുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രേവതി എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാന് സച്ചിമോനൊന്ന് കണ്ട് സംസാരിക്കുക എന്നുള്ള കാര്യം ലക്ഷ്മി പറയുന്നുണ്ട്. അത് പ്രകാരം തന്നെ കാണാൻ വേണ്ടിയിട്ട് ഷെഡിലേക്ക് പോകുവാണ്. ശരത്തിനോടൊപ്പമാണ് സച്ചിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്മി പോകുന്നത് കേട്ടോ. അവിടെ ചെന്ന് നോക്കുമ്പോൾ സച്ചി ഇല്ല. സച്ചി ട്രിപ്പ് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് രണ്ടുപേർക്കും ചായയൊക്കെ മേടിച്ചു കൊടുത്ത് അവിടെ ഇങ്ങനെ ചായ കുടിച്ച് നിൽക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മയും ശരത്തിനും അവിടെ കാണുമ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്തിനാ അമ്മ ഇങ്ങോട്ട് വന്നത്, എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ, ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ എന്നൊക്കെയാണ് സച്ചി ചോദിക്കുന്നത്. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ അമ്മ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ, എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ പോരായിരുന്നോ, ഞാൻ അങ്ങോട്ട് വരില്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. ലക്ഷ്മിയുടെ ആ വരവിന് ഉദ്ദേശം നമ്മുടെ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. പറഞ്ഞു വന്ന ദേവുവിന്റെ കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ്. ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും അതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് പറയുന്നില്ല, ബ്രീഫായിട്ടൊന്ന് പറയാട്ടോ. സച്ചി വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഈച്ചയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, സച്ചി അങ്ങനെ ഒരു കാര്യത്തിലും ഇടങ്കോല് നിൽക്കുന്ന ആളല്ല. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അവൻ നന്നായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്ന ആളാണ്. അരുൺ എന്ന് പറയുന്നത് കുറച്ച് കുഴപ്പക്കാരൻ തന്നെയാണ്. അതുകൊണ്ട് ദേവു അവനുമായിട്ട് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയ അവളുടെ ലൈഫ് എന്താകും എന്നുള്ള കാര്യം ആലോചിച്ചിട്ടാണ് സച്ചിക്ക് വിഷമം. എങ്കിലും ചേച്ചി എന്തായാലും ഒരു മോശപ്പെട്ട ആളെ സ്നേഹിക്കില്ലല്ലോ എന്ന് ശരത്ത് പറയുമ്പോൾ അതിനെക്കുറിച്ച് എനിക്കറിയാം. പക്ഷേ എന്തായാലും സച്ചിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം ഈച്ച പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കാണ് നമ്മുടെ സച്ചി എത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് സച്ചിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആദ്യം തന്നെ ദേവു ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ അവർ സംസാരിക്കുന്നത്. ദേവുവിന് വയ്യാത്തതാണല്ലോ, ഡോക്ടറാണെന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കാനും പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവളെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വിട്ടതെന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവള് വീട്ടിൽ തനിയല്ലേ, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ മനസ്സിലേക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ വരും. അതിനേക്കാൾ നല്ലത് ഹോസ്പിറ്റലിൽ പോകുന്നതാണെന്നുള്ള കാര്യം എനിക്കും തോന്നി. അവള് പോട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോകണ്ട എന്നുള്ള കാര്യം പറഞ്ഞില്ല, പൊക്കോളാൻ വേണ്ടിയിട്ടുള്ള സമ്മതം നൽകി. അത് കേട്ട് സച്ചിയും പറയുന്നുണ്ട്, അത് ശരിയാണ്, വീട്ടിലിങ്ങനെ തനിയെ ഇരിക്കുന്ന സമയത്താണല്ലോ നമുക്ക് ഓരോരോ ചിന്തകളൊക്കെ വരിക. അവള് പുറത്തു പോയി 4 ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവളുടെ മൈൻഡും ഒന്ന് റിലാക്സ് ആകുമെന്ന്. അത് കഴിഞ്ഞതിന് ശേഷം അമ്മ എന്തോ സംസാരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞല്ലോ, അത് പറയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ലക്ഷ്മി പറഞ്ഞു വരുന്ന കാര്യം കേൾക്കുമ്പോൾ തന്നെ അമ്മ വളച്ചു കെട്ടണ്ട, നേരായിട്ട് കാര്യം പറയാൻ വേണ്ടി പറയുന്നുണ്ട്. ദേവുവിനെ ഇഷ്ടമുള്ള ആളെ സച്ചിക്ക് ഇഷ്ടമല്ല, സച്ചിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ ഞങ്ങളുടെ വീട്ടിലേക്ക് പയ്യനായിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇത് കേട്ട് സച്ചി പറയുന്നത്, അമ്മേ എന്റെ ഇഷ്ടമില്ലായ്മ അതല്ല പ്രശ്നം, അവൻ നല്ലവനല്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാനും അവനും തമ്മിലുള്ള പ്രശ്നം കൊണ്ടാണ് അവളുടെ അടുത്ത് ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കാത്തതെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്, എന്തിന് രേവതി അടക്കം. എന്നാൽ അതല്ല സത്യം. ഞാനും അവനും തമ്മിലുള്ള പ്രശ്നം അത് ഞങ്ങൾ തമ്മിലുള്ളതാണ്. അവൻ നല്ലവനാണെന്നുണ്ടെങ്കിൽ ദേവുവിന് വേണ്ടിയിട്ട് കാല് പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അവനുമായിട്ട് പ്രശ്നം തീർത്തിട്ട് ഞാൻ അവനെ ദേവുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചേനെ. പക്ഷേ ഇത് അതല്ല കാര്യം. അവൻ ഒരു മോശപ്പെട്ട ആളാണ്. അവന്റെ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേവുവിന്റെ ജീവിതം പ്രശ്നത്തിലാകും. അതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കാത്തത്. അപ്പോഴും ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സച്ചിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. മോനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തായാലും ഒരു നല്ലതുണ്ടാകും. മോനും ദേവുവിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ശരത്താണെന്നുണ്ടെങ്കിൽ എന്തായാലും മോശപ്പെട്ട ഒരാളെ തന്റെ ജീവിതത്തിലേക്ക് വരണം എന്നുള്ള കാര്യം ദേവു ആഗ്രഹിക്കില്ലല്ലോ എന്ന് ശരത്ത് ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ ശരത്തിന്റെ അടുത്ത് ഇങ്ങനെ മിണ്ടാതെ നിൽക്കാൻ വേണ്ടി പറയാണ് കേട്ടോ, സച്ചി എതിർത്ത് സംസാരിക്കേണ്ട എന്നുള്ള രീതിയിൽ.
അവൻ നല്ലവനല്ല, അത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ട് അവൾക്ക് നല്ലൊരു പയ്യനെ ഞാൻ കണ്ടെത്തുമെന്ന് തന്നെയാണ് കേട്ടോ സച്ചി അവസാനമായിട്ടും പറയുന്നത്. സച്ചിയുടെ ഇഷ്ടം എന്താണോ അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അവിടുന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ലക്ഷ്മിയുടെ ആ വരവും അതുപോലെ സംസാര രീതിയൊക്കെ കാണുമ്പോൾ നമ്മുടെ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് രേവതി പറഞ്ഞു വിട്ടതായിരിക്കും. വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെ തന്നെ രേവതിയെ ചോദ്യം ചെയ്യാൻ കേട്ടോ സച്ചി ചെയ്യുന്നത്. പക്ഷേ അമ്മ അവിടേക്ക് വന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മുടെ രേവതിക്ക് അറിയില്ലല്ലോ. വന്നതിന് ശേഷം എന്തായാലും നിന്റെ അമ്മ വിളിച്ചിട്ടുണ്ടാവുമല്ലോ. ഇല്ല, അമ്മ വിളിച്ചിട്ടില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാര്യം പറയാൻ വേണ്ടി പറ്റുമെങ്കിൽ പറ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ദേവുവിന്റെ കല്യാണ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്നിട്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേവു അരുണിനെ അല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കില്ല. ഇനി അവനെ കല്യാണം കഴിക്കാൻ വേണ്ടി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവൾക്ക് കല്യാണമേ വേണ്ട എന്ന്. ഈ കാര്യത്തെക്കുറിച്ച് രേവതി എടുത്ത് പറയുമ്പോൾ അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നീ എന്താ രേവതി ഇങ്ങനെ പറയുന്നത്? നിന്റെ സ്വന്തം അനിയത്തി കല്യാണം കഴിക്കാതെ അവളുടെ ജീവിതം പാഴായി കളയുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നിനക്കൊന്നും പറയാനില്ലേ? ഇതിലിപ്പോൾ ഞാൻ എന്ത് പറയാനാണ്? അവളുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് അവൾക്ക് കല്യാണം നടത്തി കൊടുക്കണം എന്നുള്ള കാര്യം എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, നിങ്ങളുടെ സമ്മതം ഇല്ലാതെ ഒന്നും നടക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തി നോവിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് ദേവു. നമ്മുടെ രേവതിയുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വന്തം അച്ഛനുണ്ടായിരുന്നെങ്കിൽ തന്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് അവളുടെ കല്യാണം നടത്തി കൊടുത്തനെ എന്ന്. ഇപ്പൊ എന്ത് ചെയ്യാനാണ്? സച്ചിയേട്ടനാണ് അവിടുത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത്. സച്ചിയേട്ടന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ വിവാഹം നടക്കില്ല എന്നുള്ള കാര്യം അവൾക്കും അറിയാം. അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും സച്ചിയാണെന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും ഒരു പെണ്ണിനെ മോശപ്പെട്ട ഒരാളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കില്ലായിരുന്നു. ഞാൻ അന്നും പറയും നിന്റെ അച്ഛൻ്റെ അടുത്ത് ഇതേ സംഭവങ്ങളെ കുറിച്ചിട്ട്. അപ്പൊ അച്ഛൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ വിവാഹത്തിന് നിന്റെ അച്ഛനും സമ്മതിക്കില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് നമ്മുടെ സച്ചി പറയുന്നത്. പക്ഷേ ഒരു മകളുടെയും ഇഷ്ടങ്ങള് അല്ലെങ്കിൽ അവളെ വേദനിപ്പിച്ചുകൊണ്ട് തന്റെ അച്ഛനൊന്നും ചെയ്യില്ല എന്നൊക്കെ രേവതി ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അത്ര നിനക്ക് ഇതാണെന്നുണ്ടെങ്കിൽ ഈ പ്രേതങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സ്വാമിമാരൊക്കെ ഉണ്ടാകും, നീ അവരുടെ അടുത്ത് പോയി ചോദിച്ചു നോക്കും നിന്റെ അച്ഛന്റെ അഭിപ്രായം എന്താന്നുള്ള കാര്യം നിനക്ക് അങ്ങനെ അറിയാൻ പറ്റും. ഞാൻ ഉറപ്പ് പറയുന്നു, ഉറപ്പായിട്ടും നിന്റെ അച്ഛനും ഇതിന് സമ്മതിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ സച്ചിയും സംസാരിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ച് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ എങ്ങനെയെങ്കിലും സുധിയെയും അതുപോലെ തന്നെ പ്രിയയും തമ്മിൽ അടുപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് സുധിയെ നിർബന്ധിച്ചിട്ട് റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയിട്ട് പോവാണ് കേട്ടോ. അവിടെ ചെന്നതിന് ശേഷം പ്രിയയെ കാണണം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സുധിയെ നിർബന്ധിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. സുധിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും വലിയാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അമ്മ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് പിന്നെ സുധിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് തന്നെ പ്രിയയെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നിട്ട് അവര് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ മോളടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നോ, ഇതാണ് എന്റെ മകൻ, മോൾക്ക് ഇവനെ പോലത്തെ ഒരു ബിസിനസ്സുകാരനെയല്ലേ കല്യാണം കഴിക്കാൻ വേണ്ടി താല്പര്യം എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ പ്രിയ, അയ്യോ ആന്റി, ഞാൻ ഇവരെ കുറിച്ചിട്ടല്ല പറഞ്ഞത്, ശ്രീകാന്തിനെ കുറിച്ചിട്ടാന്നുള്ള കാര്യം കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആകെ പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാവാണേ. ചന്ദ്ര ഉദ്ദേശിക്കുന്നത് എങ്ങനെയെങ്കിലും സുധിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നാണ്. പക്ഷെ ചന്ദ്രമതി മുമ്പ് ഏത് മകനെ കുറിച്ചാണെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടില്ല. നമ്മുടെ പ്രിയയുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്താണ് ഉള്ളത്. ശ്രീകാന്തിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കുക എന്നുള്ള ഐഡിയോട് കൂടി തന്നെയാണ് ശ്രീകാന്തിനെ ഇപ്പൊ പുതിയതായിട്ട് പാർട്ട്ണറായിട്ടൊക്കെ ചേർത്ത് എഗ്രിമെന്റിലൊക്കെ സൈൻ ചെയ്യിപ്പിച്ച് കൊണ്ടുപോയിരിക്കുന്നത്. അവള് ഓരോരോ സ്റ്റെപ്പുകളായിട്ട് മുന്നോട്ടെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ വർഷ അത്തരത്തിലുള്ള ഒരു പെണ്ണല്ല എന്നുള്ള കാര്യം നമ്മുടെ പ്രിയയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ശ്രീകാന്തിനെ എങ്ങനെയെങ്കിലും തന്റെ വരയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വിദ്യകൾ നമ്മുടെ പ്രിയ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. പ്രിയ അവസാനമായിട്ട് പറയുന്നുണ്ട് കേട്ടോ, ശ്രീകാന്തിനെ തനിക്ക് ഇഷ്ടമാണെന്നും. അത് മാത്രമല്ല, ശ്രീകാന്ത് വർഷയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും എനിക്ക് ശ്രീകാന്തിനെ ഇഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ ഇഷ്ടം ഞാൻ ആർക്കും വേണ്ടി മാറ്റിവെക്കില്ല. ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ശ്രീകാന്തിനെ മാത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും പ്രിയ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യം കേൾക്കുമ്പോൾ തന്നെ ഇതിൽ എന്തോ ഒരു പന്തികേടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ചന്ദ്രാതിക്ക് മനസ്സിലാവുകയാണ്. ഞാൻ ആന്റി ഉദ്ദേശിച്ചത് ശ്രീകാന്തിനെ പോലത്തെ നല്ലൊരു ഹസ്ബൻഡിനെ എനിക്കും കിട്ടണം എന്നുള്ളതാണ്. അത് കേട്ട സുധിയാണെന്നുണ്ടെങ്കിൽ ആകെ ചിരിച്ച് അമ്മ ചമ്മി പോലെ ഇരിക്കുവാണല്ലോ. സുധി എന്തായാലും രക്ഷപ്പെട്ടു ഈ ഒരു കുരുക്കിൽ നിന്നും. പക്ഷെ ശ്രീകാന്ത് പെടാൻ വേണ്ടി പോകുകയാണ് എന്നുള്ള കാര്യം ചന്ദ്രയ്ക്ക് ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. അതായത് ശ്രീകാന്തിനെ പോലെയൊന്നോ ചന്ദ്ര ഇങ്ങനെ ചോദിക്കുമ്പോൾ, അതേ ആന്റി, ശ്രീകാന്ത് ഒരാളാണ്, അവൻ ഭയങ്കര ടാലന്റ് ഉള്ള ഒരാളുമാണ്. ഞങ്ങളുടെ റെസ്റ്റോറന്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ശ്രീകാന്തും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ ശ്രീകാന്തിനെ പോലത്തെ നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടുക എന്ന് പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടാണ്. അതിനിടയ്ക്ക് പ്രിയയ്ക്ക് ഒരു കോള് വരികയും പ്രിയ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്മേ, എന്തായാലും അമ്മ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്.
അമ്മ എൻ്റെ ഭാര്യയായിട്ട് അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ അമ്മ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാ അമ്മ ഒന്ന് സൂക്ഷിച്ചോ, അവൾ മിക്കവാറും അമ്മയുടെ മരുമകളായിട്ട് വീട്ടിലേക്ക് വരും. അവക്ക് ശ്രീകാന്തിനെ പോലെ ഒരു ഭർത്താവിനെ വേണ്ടെന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അത് മാത്രമല്ല അവൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ശ്രീകാന്തിനെ പോലത്തെ ഭർത്താവിനെ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഈ ലോകത്ത് എന്ന്. അതുകൊണ്ട് എന്തായാലും വർഷയുടെ അടുത്ത് ഒന്ന് സൂക്ഷിച്ചോളാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞേക്കേ എന്ന് പറഞ്ഞിട്ട് സുധി വേഗം അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ചന്ദ്രയാണെങ്കിൽ ആകെ ടെൻഷൻ ആകുന്നുണ്ട്. ശേഷം ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വർഷ അതിലിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആ വർഷയെ നിന്റെ അടുത്ത് ഞാൻ സംസാരിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയെന്ന് പറയുമ്പോൾ, എൻ്റെ അടുത്ത് സംസാരിക്കണമെങ്കിൽ ആന്റിക്ക് മുറിയിലേക്ക് വന്നിട്ട് സംസാരിച്ചുകൂടായിരുന്നോ, ആന്റി എന്തിനാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വർഷ തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ. വർഷ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടക്കാണല്ലോ പറയാ, അതുകൊണ്ട് പിന്നെ ചന്ദ്ര കൂടുതലൊന്നും പറയുന്നില്ല. ഞാനും അതുപോലെ തന്നെ ബാമയും കൂടി ചേർന്നിട്ട് ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറന്റിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ആണോ ആന്റി, എന്താ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? അല്ലല്ല, ഞാൻ വേറൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് പോയതായിരുന്നു. പിന്നെ പോയതല്ലേന്ന് വിചാരിച്ച് ശ്രീകാന്തിനെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. അതിപ്പോ എന്റെ അടുത്ത് പറയേണ്ട കാര്യം എന്താ ആന്റി എന്ന് ചോദിക്കുവാണേ. അത് പക്ഷേ എന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ അങ്ങ് പറയാണ്. നീ ശ്രീകാന്തിന്റെ അടുത്ത് പറയണം നീ ശ്രീകാന്തിന്റെ അടുത്ത് പറയണം ആ പ്രിയയുടെ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യണ്ട, അവന്റെ അടുത്ത് അവിടുന്ന് പോരാൻ വേണ്ടിയിട്ട് പറയണം. ഇത് കേട്ട വർഷം വയ്ക്കുന്നുണ്ട് കേട്ടോ. അതെന്താ ആന്റി അങ്ങനെ പറയുന്നത്? എനിക്കെന്തോ ആ പ്രിയയുടെ നടപ്പതൊന്നും അത്ര ശരിയായിട്ട് തോന്നില്ല. എപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ശ്രീകാന്തിനെ പുകഴ്ത്തിയും കൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് മരുമക്കളുമായിട്ട് അടിയുണ്ടാക്കാറ്. അങ്ങനെ പുറത്തുള്ള ആരുടെ മുമ്പിൽ അവരെ വിട്ടുകൊടുത്ത് സംസാരിക്കാറില്ലെന്ന് പറയുമ്പോൾ അതെന്റെ ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ്. ആന്റി എന്തോ വളച്ചു കിട്ടാണെന്നുള്ള കാര്യം മനസ്സിലായി. എന്താണെങ്കിലും ആന്റി സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞോളൂ. അത് മറ്റൊന്നുമല്ല, നീ ഇനി ശ്രീകാന്തിനെ അവിടേക്ക് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിന്നെയും ശ്രീകാന്തിനെയും തമ്മിൽ പിരിക്കാനുള്ള പണി ആ പ്രിയ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആദ്യം ആന്റി എന്തിനാ അവിടെ പോയെന്നുള്ള കാര്യം വർഷ ചോദിക്കുന്നുണ്ട്. ഞാൻ അവളുടെ അടുത്ത് ഒരു പയ്യനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോയതായിരുന്നു. അവളാണെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവൾക്ക് ശ്രീകാന്തിനെ പോലത്തെ ഒരാൾ മതി, ശ്രീകാന്തിനെ പോലെ തന്നെ വേണം, എന്തെടുത്തു കഴിഞ്ഞാലും അവൾ ശ്രീകാന്തിനെയാണ് ഉദാഹരണം പറയുന്നത്. ആണെന്നുണ്ടെങ്കിൽ ചിരിക്കുവാണ് കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ എന്തിനാ ചിരിക്കുന്നതെന്ന് നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് കേട്ടോ. ആന്റി, ഞാന് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ ശ്രീകാന്താണ് അതിൽ ഒരഭിപ്രായം പറയാത്തത്. അത് നല്ല കാര്യം തന്നെയാണ്, അതിനെക്കുറിച്ച് എനിക്കറിയാം. അതിന് അവൻ എന്താ സമ്മതിക്കാത്തതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആന്റി ഒരു മിനിറ്റ്, ആന്റി തന്നെ ഈ കാര്യത്തെക്കുറിച്ച് ശ്രീകാന്തിന്റെ അടുത്ത് ചോദിച്ചോളൂ. എന്നിട്ട് ശ്രീകാന്തിനെ വിളിക്കുവാണ് കേട്ടോ നമ്മുടെ വർഷ. അപ്പോഴേക്കും ഓടി എത്തുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത്. എന്താ വർഷം എന്ന് വെച്ചിട്ട് ശ്രീകാന്ത് അരികിലേക്ക് വരുന്നുണ്ട്. ദാ ആന്റി എന്തൊക്കെയോ പറയുന്നുണ്ട്. നീ ഇനി പ്രിയയുടെ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യേണ്ടെന്നാണ് ആന്റി പറയുന്നത്. നീ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോന്ന് വർഷയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാണ്, ആന്റി തന്നെയാണ് അത് പറഞ്ഞത്. അതെ ശ്രീകാന്ത്, ഞാൻ തന്നെയാണ് പറഞ്ഞത്. വർഷ പറയുന്നത് പോലെ നീ എത്രയും വേഗം തന്നെ ഒരു റെസ്റ്റോറന്റ് ആരംഭിച്ച് അതിന്റെ ഓണർ ആവാൻ വേണ്ടി നോക്ക്. നീ ഇത്രയും കഴിവുണ്ടായിട്ട് എന്തിനാണ് അവളുടെ റെസ്റ്റോറന്റിൽ പോയിട്ട് കിടന്ന് ജോലി ചെയ്യുന്നത്? ഇതിലിപ്പോ അമ്മയുടെ പ്രശ്നം എന്താന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നീ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ ഇരുത്തുന്നൊക്കെ ഉണ്ട്. ഞാനും അതുപോലെ ബാമയും കൂടി ചേർന്നിട്ട് നിന്റെ റെസ്റ്റോറന്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ എന്തിനാ അങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ നിന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ നീ അവിടെ ഉണ്ടായിരുന്നില്ല. ആ പ്രിയയുടെ സംസാരം ഉണ്ടല്ലോ, അത് അത്ര ശരിയായിട്ട് തോന്നിയില്ല എനിക്ക്. വർഷയും അതുപോലെ തന്നെ നിന്നെയും അകറ്റുന്ന രീതിയിലുള്ള ഒരു സംസാര രീതിയാണ് അവളുടേത്. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണടാ തോന്നിയത്. നീ എത്രയും വേഗം തന്നെ വർഷ പറയുന്നത് പോലെ തന്നെ സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് ആരംഭിക്കാനുള്ള വഴി നോക്ക്. അപ്പൊ മാത്രമേ നിനക്ക് ഒരു വില ഉണ്ടാവത്തുള്ളൂ. ഇത് കേട്ട ഉടനെ തന്നെ വർഷ പറയുന്നുണ്ട്, ഇപ്പൊ മനസ്സിലായില്ലേ, ആന്റി തന്നെ പറയാൻ തുടങ്ങി. നീ എന്റെ വാക്കല്ല കേൾക്കാത്തത്, അറ്റ്ലീസ്റ്റ് നിന്റെ അമ്മയുടെ വാക്കെങ്കിലും കേൾക്ക്. അമ്മ ഒരു ദിവസം വന്ന് പ്രിയയുടെ അടുത്ത് സംസാരിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നു. എനിക്ക് ഇതിൽ കൂടുതൽ വിശദീകരണമൊന്നും എനിക്ക് തരാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പോൾ എനിക്ക് ഇത്രേ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. നീ എത്രയും വേഗം തന്നെ സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് ആരംഭിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇപ്പോ നീ സുധിയുടെ കാര്യം തന്നെ നോക്ക്. അവൻ അവന്റെ കഴിവിനനുസരിച്ചിട്ട് ഇപ്പോൾ വലിയൊരു ഷോറൂം ആരംഭിച്ചിട്ടുണ്ട്. നിനക്ക് ഇപ്പോൾ നിന്റെ ഇതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയിട്ട് വർഷയുണ്ട്. പിന്നെന്താ പ്രശ്നം? എത്രയും വേഗം തന്നെ നീ റെസ്റ്റോറന്റ് ആരംഭിക്കാനുള്ള വഴി നോക്കുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് പോകുന്നുണ്ട്. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ എന്തിനാ അമ്മയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചതെന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് മുറിയിലേക്ക് അങ്ങ് പോവാണ്. എടാ, ഞാൻ എന്തിനാണ് നിന്റെ അമ്മയുടെ അടുത്ത് ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്? ആന്റി ഇന്ന് റെസ്റ്റോറന്റിൽ പോയി. ഇത്രയും നാളായിട്ട് ആന്റി ഇതിനെ കുറിച്ച് ഒന്നും സംസാരിച്ചില്ലല്ലോ. ഇന്നൊരു ദിവസം അവിടെ പോയി അവളുമായിട്ട് സംസാരിച്ചപ്പോ തന്നെ ആന്റിക്ക് അവളുടെ സ്വഭാവം എന്താന്നുള്ള കാര്യം മനസ്സിലായി. ഞാൻ സ്റ്റാർട്ടിങ് മുതൽ നിന്റെ അടുത്ത് പറയുന്നുണ്ടല്ലോ, അവക്ക് നിന്നെ വേണം, നിന്റെ ഹാർഡ് വർക്ക് വേണം. പക്ഷെ നിനക്ക് അതിനുള്ള റെക്കഗ്നേഷൻ തരാൻ വേണ്ടിയിട്ട് അവൾ തയ്യാറല്ല. അപ്പോൾ നിനക്ക് എന്നെ വിശ്വാസമില്ലെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. നിന്റെ അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ നിന്റെ മേലെ എനിക്ക് വിശ്വാസമുണ്ട്. നീ അങ്ങനത്തെ ഒരാളല്ല എന്നുള്ള കാര്യവും എനിക്കറിയാം. നിന്റെ അമ്മയ്ക്ക് നിന്റെ മേലെ വിശ്വാസമില്ല, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്റെ അമ്മയ്ക്ക് എന്റെ മേലെ വിശ്വാസമൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത് പ്രിയാണ്. അപ്പൊ നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ കാര്യങ്ങള്? നിന്റെ അമ്മയ്ക്കും എനിക്കും അവളെ ഇഷ്ടമല്ല. പിന്നെ നീ എന്തിനാണ് അവളുടെ അടുത്ത് പോയിട്ട് വർക്ക് ചെയ്യുന്നത്?
അതുകൊണ്ട് എത്രയും വേഗം തന്നെ തനിയെ റെസ്റ്റോറൻറ്റ് ആരംഭിക്കാനുള്ള വഴി നോക്കണം. ഞാൻ ആരംഭിച്ചു തുടങ്ങി, നീയും കൂടി എൻ്റെ അടുത്ത് കൂടെ എല്ലാത്തിനും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നന്നായിട്ട് ചിന്തിച്ചോ എന്ന് പറഞ്ഞിട്ട് വർഷ അങ്ങ് പോവുകയാണേ. വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തിനെയും അകറ്റാൻ വേണ്ടിയിട്ട് പ്രിയ ഓരോരോ പണികൾ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. എത്രയും വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ.